ഒരിടത്തൊരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദാമു. ദാമു വളരെ കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു വീടും ഒരുപാട് കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നു. ദാമു ദിവസവും രാവിലെ എഴുന്നേറ്റ് തൻ്റെ 2 കലങ്ങൾ എടുത്ത് ആ കലങ്ങൾ തൻ്റെ നീളമുള്ള വടിയിൽ 2 അറ്റത്തും കെട്ടി അതുമെടുത്ത് ദൂരെയുള്ള പുഴയുടെ അടുത്തേക്ക് വെള്ളം ശേഖരിക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഈ 2 കലത്തിൽ ഒരു കലം പൊട്ടിയതായിരുന്നു. എന്നിട്ടും ദാമു ആ കലത്തെ ഉപേക്ഷിക്കാതെ അതുമെടുത്താണ് പുഴക്കരയിലേക്ക് പോകുന്നത്. ഒരു ദിവസം പൊട്ടിയ കലത്തെ പൊട്ടാത്ത കലം കളിയാക്കാൻ തുടങ്ങി. നിന്നെക്കൊണ്ട് യജമാനന് ഒരു പ്രയോജനവുമില്ല. നിന്നിൽ നിറയ്ക്കുന്ന വെള്ളം പകുതിയും ഒഴുകിപ്പോവുകയാണ്. നീ യജമാനന് ഒരു ബാധ്യതയാണ്. ഇതു കേട്ട പൊട്ടിയ കലത്തിന് ഒരുപാട് സങ്കടമായി. പൊട്ടിയ കലം കരയാൻ തുടങ്ങി. പൊട്ടിയ കലം കരയുന്നത് കണ്ട യജമാനൻ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ പൊട്ടിയ കലം പറഞ്ഞു, അങ്ങയ്ക്ക് എന്നെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം എന്നിൽ നിറയ്ക്കുന്ന വെള്ളം ഞാൻ പൊട്ടിയതായതുകൊണ്ട് ഒഴുകിപ്പോവുകയാണ്. അതിനാൽ അങ്ങ് എന്നെ ഒഴിവാക്കി പുതിയൊരു കലം വാങ്ങൂ. ഇതു കേട്ട യജമാനൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന്? നീ നാളെ നമ്മൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ നിന്നെ ഞാൻ പുതിയൊരാളാക്കി മാറ്റി കാണിച്ചു തരാം. അത് കേട്ട പൊട്ടിയ കലത്തിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ വീണ്ടും പതിവ് പോലെ ദാമു വെള്ളമെടുക്കാൻ വേണ്ടി പുഴക്കരയിലേക്ക് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ദാമു പൊട്ടിയ കലത്തോട് പറഞ്ഞു, നീ ഈ പൂക്കളൊക്കെ ശ്രദ്ധിച്ചോ? പല നിറത്തിലുള്ള പൂക്കൾ, പല തരത്തിലുള്ള പൂക്കൾ. അപ്പോൾ ഈ പൊട്ടിയ കലം ആ പൂക്കളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. യജമാനൻ തുടർന്നു, ഈ പൂക്കൾ നിന്റെ ഭാഗത്തല്ലേ ഉള്ളത്? അപ്പോൾ പൊട്ടിയ കലം പറഞ്ഞു, അതെ, നീ പൊട്ടിയതാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ സൈഡിൽ ഒരുപാട് വിത്തുകൾ നട്ടിരുന്നു. നീ പൊട്ടിയ കലമായതുകൊണ്ട് തന്നെ നിന്നിലുള്ള വെള്ളം വീണ് ഈ വിത്തുകൾ മുളച്ച് അതിമനോഹരമായ പൂന്തോട്ടമായിരിക്കുന്നു. ഇത് കേട്ട പൊട്ടിയ കലത്തിന് ഒരുപാട് സന്തോഷമായി. അവൻ ഒരുപാട് സന്തോഷത്തോടെ ഓരോ പൂക്കളെയും ചെടികളെയും നോക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട പൊട്ടാത്ത കലത്തിന് തൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അവൻ വളരെ സങ്കടത്തോടു കൂടിയിട്ട് പൊട്ടിയ കലത്തോട് ക്ഷമ ചോദിച്ചു. ഈ കഥ നമ്മളോട് പറയുന്നത് എന്തെന്നാൽ, നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രമേ കാണാറുള്ളൂ. അവരുടെ നന്മ പലപ്പോഴും നമ്മൾ കാണാൻ മറന്നു പോകാറുണ്ട്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതെ അവരുടെ നന്മകൾ മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ നമ്മളെക്കുറിച്ച് സമൂഹം എന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാലും നമ്മളത് മൈൻഡ് വെക്കാതെ നമ്മൾ സ്വന്തം കഴിവിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക.